ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് ഡയറ്റീഷ്യൻ പ്രിയങ്ക ഫ്രം ഡയറ്റ് ലാബ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഹെൽത്തി ആയിട്ടുള്ള ക്വിനോവയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ്. ക്വിനോവ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് പ്രോട്ടീനാണ്. ഇതിനകത്ത് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ എമൗണ്ട് ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സും ഉണ്ട്. മിനറൽസും വൈറ്റമിൻസും ഡയറ്ററി ഫൈബേഴ്സും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ അടങ്ങിയതാണ് ക്വിനോവ. ക്വിനോവയിൽ ഹൈ എമൗണ്ട് ഓഫ് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹാർട്ട് റിലേറ്റഡ് ഡിസീസ് കണ്ടീഷൻസിനൊക്കെ വളരെ നല്ലതാണ്. മെയിൻലി നമ്മുടെ ബാഡ് കൊളസ്ട്രോളിനെ കുറച്ച് ഗുഡ് കൊളസ്ട്രോൾ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വളരെ നല്ലതാണ്. ബി കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അതേപോലെ ട്രൈഗ്ലിസറൈഡ്സിനെയൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. ക്വിനോവ എന്ന് പറയുന്നത് എക്സലൻറ്റ് സോഴ്സ് ഓഫ് ഫൈബറാണ്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് ക്വിനോവ വളരെ ഹെൽപ്ഫുള്ളാണ്. മെയിൻലി ലഞ്ചിനൊക്കെ ക്വിനോവ ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഹൈ ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. വെയിറ്റ് റിഡക്ഷന് വേണ്ടി നോക്കുന്നവർ, മെയിൻലി വെയിറ്റ് മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ക്വിനോവ മെയിൻലി നമുക്കൊരു മീലായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്കൊരു ഫുൾഫില്ലാണ് നമുക്ക് തരുന്നത്. ക്വിനോവ കഴിക്കുമ്പോൾ നമുക്ക് വയർ നിറഞ്ഞൊരു ഫീൽ നമുക്ക് കിട്ടും. അതുപോലെ ക്രേവിങ്സ് കൂടുതലായിട്ടുള്ളവർക്ക് അത് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പറ്റൈറ്റ് കുറയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്വിനോവ. ക്വിനോവ എന്ന് പറയുന്നത് റിച്ച് ഇൻ വൈറ്റമിൻസും മിനറൽസും ആണ്. മെയിൻലി ബി വൈറ്റമിൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോളേറ്റ്, മെഗ്നീഷ്യം, സിങ്ക്, അയൺ ഒക്കെ ധാരാളമായിട്ടും അടങ്ങിയിട്ടുണ്ട്. അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ളവർക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാവുന്നതാണ്. അതുപോലെ ഇടയ്ക്ക് മസിൽ ക്രാംസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ക്വിനോവയിൽ ധാരാളമായിട്ടും മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ക്വിനോവ ഡയറ്റിൽ അങ്ങനെയുള്ളവർക്ക് ഇൻക്ലൂഡ് ചെയ്ത് പോകാം. ക്വിനോവ ഒരു ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ളൊരു ഫുഡും കൂടെയാണ്. അതുകൊണ്ട് തന്നെ തൈറോയ്ഡ് പേഷ്യൻസിന് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാവുന്നതാണ്. സീലിയാക് കണ്ടീഷൻ പോലുള്ള ഡിസീസ് കണ്ടീഷൻ ഉള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ക്വിനോവ. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ധാരാളമായിട്ട് നമ്മുടെ ക്വിനോവയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ സ്വെല്ലിംഗ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് ക്വിനോവ വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതേപോലെ ക്യാൻസേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, മെയിൻലി ബ്രസ്റ്റ് ക്യാൻസേഴ്സിനെയും കോളൻ ക്യാൻസേഴ്സിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ക്വിനോവ നമ്മൾ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതാണ്. ക്വിനോവ റിച്ച് ഇൻ കാൽഷ്യം, അതുപോലെ തന്നെ മാംഗനീസ് റിച്ചുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോൺസിനും ടീത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ക്വിനോവ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ മെയിൻലി നമ്മൾ ഉപ്മാവൊക്കെ കഴിക്കുന്ന പോലെ നമുക്ക് കൂടുതൽ വെജിറ്റബിൾസ് ഇട്ട് കഴിക്കാം. കുട്ടികൾക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ക്വിനോവ കൂടുതൽ വെജിറ്റബിൾസ്, ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ടിട്ട് നമുക്ക് കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വിനോവ സാലഡ്സ് കഴിക്കാം. ചിക്ക് പീസും അതുപോലെ കുക്കുംബറും ടൊമാറ്റോസും ഒക്കെ ഇട്ടിട്ട് സാലഡ്സ് ആയിട്ടും കഴിക്കാം. ക്വിനോവയിൽ കൂടുതൽ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ഇട്ടിട്ട് നമുക്ക് സൂപ്പിൻ്റെ ഫോമിൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് നല്ലതാണ്. അതേപോലെ നമുക്ക് സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുമ്പോഴും ക്വിനോവാസ് അതിനകത്ത് ആഡ് ചെയ്ത് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാം. ക്വിനോവ കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാം. അതേപോലെ തന്നെ നമുക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൻ്റെ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ക്വിനോവ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നതും വളരെ നല്ലതാണ്. ക്വിനോവ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. മെയിൻലി നമ്മൾ പല ഇൻഫെക്ഷൻസിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഡെയിലി നമ്മുടെ ഡയറ്റിൽ ക്വിനോവ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ ഫുഡായിട്ടുള്ള ക്വിനോവ നമ്മളെല്ലാവരും ഡയറ്റിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അതോടൊപ്പം നിങ്ങൾക്ക് കൺസൾട്ടേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറും അതുപോലെ വെബ്സൈറ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ മെസ്സേജ് അയച്ച് അപ്പോയിൻമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. ഉടൻ തന്നെ ഡയറ്റിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ദിസ് ഈസ് ഡയറ്റീഷ്യൻ പ്രിയങ്ക സൈനിങ് ഓഫ്.